ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭാകരൻ പ്രഭു. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കലാ മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണ ചൈതന്യ കൃപാദാസ് പ്രഭു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മളിപ്പം തുടങ്ങി വെച്ച പുതിയൊരു യാത്രയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ അതൊരു വലിയ ടോപ്പിക്കാണ്. അത് ഇങ്ങനെ മഹാസാഗരമാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു തോണി ആകാനായിട്ട് സാധിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു യാത്ര ഇങ്ങനെ തുടങ്ങി. അപ്പോൾ നിങ്ങളെല്ലാവരും ആ, അവസാനം വരെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ നൗക പതുക്കെ പതുക്കെ അങ്ങ് നമുക്ക് സംസാരസാഗരം കടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഈ ഈ പറയുന്ന ഭാഗവതരസം നമ്മളോടൊപ്പം നുകരാനായിട്ട് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് കൃഷ്ണചൈതന്യ കൃപാദാസ് പ്രഭുവാണ്. ഞാൻ പറഞ്ഞപ്പോഴേ അപ്പം തന്നെ അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആ, രണ്ട് ക്ലാസ്സുകളായിട്ട് 3 ശ്ലോകങ്ങൾ എടുത്തിരുന്നു. അത് ഏകദേശം ഒരു 4-5 ക്ലാസ് കൊണ്ടൊന്നും ആകുന്ന ശ്ലോകങ്ങളല്ലത്. അപ്പം ഞാനപ്പം സംബന്ധ അഭിധേയ പ്രയോജന എന്നൊക്കെ പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ, ഇന്നത്തെ സത്സംഗത്തിലേക്ക്, അതായത് 4-5 ശ്ലോകം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃഷ്ണചൈതന്യ പ്രഭുവിനെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു, സ്വാഗതം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ വിനീത പ്രണാമമുണ്ട്. എല്ലാവരുടെയും പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അനുവാദത്തോടു കൂടി നമുക്ക് ഇത് ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയാ, നാട്ടില് വളരെ അധികം സമയം എടുക്കുന്ന ഒരു സന്ദർഭം കൂടിയിട്ടാണ്. 9:30 മുതൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ 10:30 വരെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇവർക്കൊക്കെ വട്ടാണെന്ന് വിചാരിക്കും. ഇങ്ങനെ പാതിരാത്രിക്കൊക്കെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ട്. എന്തായാലും ഭാഗവതം ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ഉം. ഭാഗവതം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കേൾക്കാം. അപ്പം മംഗളചരണം ചുരുക്കിയാണ് നമ്മൾ തുടങ്ങുന്നത്. നാരായണം നമസ്കൃത്യം നരം ചെയ്യുന്നരത്രം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ നഷ്ടപ്രളയേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതേ ഉത്തമ ശ്ലോകി ഭക്തിർഭവതി നഷ്ടമുഖം കരോതി വാചാലം പങ്കീകരം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾക്ക് ഇന്ന് തന്നിരിക്കുന്നത് 2 ശ്ലോകങ്ങളാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിലെ 4-ാമത്തെ ശ്ലോകവും 5-ാമത്തെ ശ്ലോകവും. ഓക്കെ, ഇപ്പൊ നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസതാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ പ്രഭു? ചൊല്ലിയുള്ളൂ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 1 ശ്ലോകം 4. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയാ ശൗനകാദയഃ സത്രം സർഗായ ലോകായ സഹസ്രസമമാസദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും? ഹരേ കൃഷ്ണ. നൈമിഷേ അനിമിഷക്ഷേത്രേ ക്ഷയ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും കഴിയുന്നവര് ചൊല്ലി നന്നായിട്ട് എല്ലാവരും അത് ചൊല്ലുകയുണ്ടായി. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം കൂടെയാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചേക്കാം. സ ഏകതാതു മുനേഹ പ്രാർത്ഥർ ഹുതാഗ്നയഃ സത്കൃതം സൂതമാസീനം പ്രപച്ഛൂരിതമാദരാത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമ നമുക്ക് നോക്കാം. ശിലാപ്രഭുപാദരുടെ പ്രധാനപ്പെട്ട തർജ്ജമ നൈമിഷാരണ്യം എന്ന വനം ആ നിമിഷക്ഷേത്രേ പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന് സവിശേഷ പ്രിയമുള്ള സ്ഥലം. കേൾക്കുന്നുണ്ട്. കൃഷ്ണപ്രഭു കേൾക്കുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ ഇടയ്ക്കൊന്ന് പറയണേ, ഇവിടെ ഈ നെറ്റിന്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പ്രഭു ആരെങ്കിലും ശ്രദ്ധിച്ചോണം എന്തുകൊണ്ടാണ് കേൾക്കാതെ വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി ശരി. എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ പ്രധാന തർജ്ജമയാണ് നമുക്ക് നോക്കുന്നത്. നൈമിഷാരണ്യം എന്ന വനം നിമിഷക്ഷേത്രേ പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന് സവിശേഷ പ്രിയമുള്ള സ്ഥലം, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ നിമിഷ നേരത്തേക്ക് പോലും ഇമകൾ അടയ്ക്കാത്ത സ്ഥലം. ഋഷിമാർ ശൗനക ഋഷികളുടെ നേതൃത്വത്തിൽ സത്രം യജ്ഞം സ്വർഗ ആരാധനീയനായ ഭഗവാൻ ലോകായ ഭഗവത് സമ്പർക്കത്തിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്കു വേണ്ടി സഹസ്ര 1000 സമം സംവത്സരങ്ങൾ ആ സദാ നിർവഹിച്ചു. ശിലാപ്രഭുപാദരുടെ വിവർത്തനം. ശിലാപ്രഭുപാദ്. ഒരിക്കൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവാന്റെയും ഭഗവത് ഭക്തരുടെയും പ്രീതിക്കായി 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന മഹത് യജ്ഞം നിർവഹിക്കുവാൻ സമ്മേളിച്ചു. ആർക്കെങ്കിലും വായിക്കാം. പ്രഭു അങ്ങനെയല്ലേ, ഇവര് വായിക്കല്ലേ? ഓക്കെ. ആരാണ്? വായിക്കട്ടെ പ്രഭു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കാൻ ഞാൻ പറയാം, അപ്പൊ നിർത്തിയിട്ട് അടുത്ത ആള് നോക്കുക. ആയിക്കോട്ടെ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ഉപക്രമം പൂർവ 3 ശ്ലോകങ്ങളിലും പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ മഹത് ഗ്രന്ഥത്തിന്റെ പ്രധാന വിഷയം അവതരിപ്പിക്കുന്നു. ശുകദേവ ഗോസ്വാമിയാൽ പ്രഥമമായി വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം 2ാം തവണ നൈമിഷാരണ്യത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഈ ഒരു പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളടക്കുന്ന ഒരു ബൃഹത് ചക്രം ഭാവന ചെയ്ത് അതിന്റെ ഭ്രമണ കേന്ദ്രം നൈമിഷാരണ്യം എന്ന സവിശേഷ സ്ഥാനത്ത് സ്ഥാപിച്ചു എന്ന വായവീയ തന്ത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതേപോലെ നൈമിഷാരണ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന യജ്ഞങ്ങൾ അസുരന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കുമെന്ന് വരാഹ പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ആകയാൽ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾക്കായി ബ്രാഹ്മണർ നൈമിഷാരണ്യത്തിന് വിശേഷ പ്രാധാന്യം നൽകുന്നു. വിഷ്ണു ഭക്തർ സർവ്വവിധ യജ്ഞങ്ങളും ഭഗവത് പ്രീതിക്കായി നിർവഹിക്കുന്നു. ഭഗവത് ഭക്തർ സദാ ഭഗവത് സേവന നിരതരും അതേസമയം പതിതാത്മാക്കൾ ഭൗതിക സുഖ അഭിനിവേശരുമാകുന്നു. ഭൗതിക ലോകത്തിൽ വിഷ്ണു ഭഗവാന്റെ സംതൃപ്തിക്കല്ലാതെ വേറെന്ത് കാരണത്തിനു വേണ്ടിയും നിർവഹിക്കപ്പെടുന്ന ഏതൊരു കർമ്മവും വീണ്ടും ബന്ധനഹേതുവാകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു.
ആകയാൽ എല്ലാവിധ പ്രവൃത്തികളും യജ്ഞഭാവേന വിഷ്ണു ഭഗവാന്റെയും ഭഗവത് ഭക്തന്റെയും സംപ്രീതിക്കായി നിർവഹിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഏവർക്കും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യും. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന കർമ്മം നിർവഹിക്കാൻ സദാ ഉത്സുകരാണ് മഹാഋഷിമാർ. ആകയാൽ ശൗനക ഋഷിയുടെയും മറ്റും നേതൃത്വത്തിൽ ശ്രേഷ്ഠ ഋഷിമാർ സുദീർഘമായ മഹായജ്ഞ നിർവഹണത്തിനായി നൈമിഷാരണ്യം എന്ന പവിത്ര സ്ഥാനത്ത് സമ്മേളിച്ചു. മറവിശീലരായ ജനങ്ങൾക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഉചിത മാർഗം എന്തെന്നറിവില്ല. ആകയാൽ അതിനെക്കുറിച്ച് ശരിക്കും ഗ്രാഹ്യമുള്ള ഋഷിമാർ സർവ്വജനങ്ങളുടെയും ക്ഷേമാർത്ഥം ലോകസമാധാനം കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ കർമാനുഷ്ഠാനങ്ങൾക്ക് സദാ ഉത്സുകരായിരിക്കുന്നു. സമസ്ത ജീവജാലങ്ങളുടെയും വിശ്വസ്ത മിത്രങ്ങളായ അവർ കഠിനമായ സ്വക്ലേശങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് സർവമാന ജനങ്ങളുടെയും നന്മയ്ക്കായി ഭഗവത് സേവനത്തിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. വിഷ്ണു ഭഗവാനെ മഹാവൃക്ഷത്തോട് ഉപമിച്ചാൽ ദേവന്മാർ, മനുഷ്യർ, സിദ്ധർ, ചാരണർ, വിദ്യാധരന്മാർ, ജീവജാലങ്ങൾ ഉൾപ്പെടെ വൃക്ഷത്തിന്റെ ശാഖകളും ഉപശാഖകളും ഇലകളുമാകുന്നു. ആ വടവൃക്ഷ ചുവട്ടിൽ ജലം പകരുകയാണെങ്കിൽ വൃക്ഷത്തിന്റെ സർവ്വഭാഗങ്ങളും താനെ പുഷ്ടിപ്പെടുന്നു. എന്നാൽ വൃക്ഷത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ശാഖകളും ഇലകളും മാത്രം പുഷ്ടിപ്പെടുന്നില്ല. വേർപെട്ട ശാഖകളും ഇലകളും ജലം പകർന്നാലും ക്രമേണ ഉണങ്ങിപ്പോകുന്നതായിരിക്കും. അപ്രകാരം പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നും വേർപെട്ട മാനവ സമൂഹം വേർപെട്ട ശാഖകളെയും ഇലകളെയും പോലെ ജലം പകരുന്നതിന് യോഗ്യമല്ലാതായി തീരുന്നു. മാത്രവുമല്ല, ജലം പകർന്ന് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരാളുടെ സമയവും ഊർജവും പാഴാക്കൽ മാത്രമായി തീരുന്നു. അടുത്ത നോക്കൂ. ഹരേ കൃഷ്ണ വായിച്ചോട്ടെ. പരമപുരുഷനെ ഭഗവത് സമ്പത്തിൽ നിന്നും വേറിട്ടാണ് ആധുനിക ഭൗതിക സമൂഹം സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, നാസ്തിക നേതാക്കന്മാരാൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന പദ്ധതികളുടെ ഓരോ ചുവടും സംഭ്രമിപ്പിക്കുന്നവയാണ്. എന്നിരുന്നാലും അവർ ജാഗരൂകരാകുന്നില്ല. ഈ യുഗത്തിൽ ജാഗ്രതാവസ്ഥയിലാകുന്നതിനുള്ള ഏക മാർഗം ദിവ്യമായ ഭഗവത് നാമ സങ്കീർത്തനമാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതിനായുള്ള ഉചിത ഉപായങ്ങളും സമ്പ്രദായങ്ങളും അത്യന്തം ശാസ്ത്രീയമായ രീതിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവാൽ അവതരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യഥാർത്ഥ സമാധാനവും ക്ഷേമവും പ്രാപ്തമാക്കാൻ ബുദ്ധിമാന്മാർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം. ശ്രീമദ് ഭാഗവത അവതരിപ്പിച്ചിരിക്കുന്നതും അതേ ഉദ്ദേശത്തോടു കൂടിയാണ്. അവയൊക്കെ സവിസ്തരം സുവ്യക്തമായി വരും അധ്യായങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക്സ് എല്ലാ മാതാജിമാർക്കും. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനദുരാന്തസ്യ നാഞ്ജനശലാകയാ ചക്ഷുരുന്മീതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വിജ്ഞാനമാകുന്ന കടന്നുവരത്തോടുകൂടി ഞാൻ ചോദിച്ചു. എന്റെ അധ്യാത്മഗുരുനാഥ് വിജ്ഞാനമാകുന്ന ദിവസത്തോട്ട് എന്റെ നേത്രങ്ങൾ തുറന്ന് സാർ നമസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കാൽപ്പാദങ്ങൾ സമർപ്പിച്ചു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി വൃത്തവൃന്ദ നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ജയപതാക സ്വാമി നിന്ദാമിന് നമാചാര്യപാദയൻ തിരുവാപ്രദയനിവർ നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നിന്ദാമിന് നമസ്തേ സാരസ്വതി ദേവി ഗുരുവാണി പ്രജാഗുരു വിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണ. ഹരി ഓം തത്സത്. ശ്രീല പ്രഭുപാദ് ഗുരുദേവ് മഹാരാജ്. ഹരേ കൃഷ്ണ. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ ശ്ലോകവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 ശ്ലോകങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രഭു ചോദിച്ച മാതിരി എന്തെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലായത് ഓരോരുത്തരൊന്ന് പറയുമോ? മനസ്സിലായില്ല പറയത്തില്ല, പറയാൻ കഴിയാത്തവർ പറയണ്ട, പറയാൻ പറ്റുന്നവർ. ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യം? ഈ ഭാഗവതം 3 കാര്യങ്ങളിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ഭാഗവതത്തില് സംബന്ധ, അഭിധേയ, പ്രയോജന. സംബന്ധ എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പൊ ആ ബന്ധം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അഭിധേയയില്. പ്രയോജനം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, മതി, മനസ്സിലാക്കിയത് പറഞ്ഞാൽ മതി. ഇനി ആരെങ്കിലും?
രണ്ടാമത്തെ ശ്ലോകത്തില് നമുക്ക് ഉണ്ടാകുന്ന ത്രിവിധ ക്ലേശങ്ങളെയും ഓക്കെ ഭാഗവതം ആധ്യാത്മികം, ആധ്യാത്മികം, ദൈവികം, ആ ത്രിവിധ ക്ലേശങ്ങളും നമുക്ക് അത് ഉന്മൂലനം ചെയ്യപ്പെടുന്നു പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ശ്ലോകത്തില് നിഗമകൽപ്പരോർഗളിതം ഫലം സുഖം മുഖാമൃതം ദ്രവസംഹം വിപദപാവകം സമാലയം. അതിനെ കുറിച്ച് എന്തെങ്കിലും? അത് ആ ശുഗം പറഞ്ഞ ആ ശുഗദേവ മഹർഷി പറഞ്ഞ വ്യാസദേവനായ ശുഗദേവ ആ മഹർഷി പറഞ്ഞ വാക്കുകള് അത്രയും മധുരമുള്ളതായിരിക്കും. ഭഗവാനെ പറ്റിയുള്ളത് തത്ത കൊത്തിയ പഴം എപ്പോഴും മധുരമുള്ളതായിരിക്കില്ല. അതുപോലെ ശുഗ ബ്രഹ്മർഷിയുടെ വായിൽ നിന്ന് വരുന്ന ഭഗവാനെ പറ്റിയുള്ള വാക്കുകള് അത്രയും മധുരമുള്ളതും കേൾക്കാനും ആ ഒരു ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല അത്ര എനിക്ക് പറയാൻ. അല്ല മതി, അതായത് നമുക്ക് അത്രയെങ്കിലും ഓർത്തിരിക്കാനും പറയാനും കഴിയണം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു സാധാരണ ശാസ്ത്രമല്ല, അമല പുരാണമാണ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കൊത്തിപ്പെറുക്കി എടുക്കണം. അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ സത്യം പരം ധീമഹി അത് മനസ്സിലാക്കി അല്ലേ? സത്യം എന്താണെന്നും പരമം എന്താണെന്നും അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അതാണ് പിന്നെ മാതാജി പറഞ്ഞ കാര്യങ്ങൾ അതിലെല്ലാം ചേർന്ന് വരും അല്ലേ? രണ്ടാമത്തെ അതിനുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ അത്രയും സത്യം പരം ധീമഹി എന്നുള്ള ആ ഒരു ഇതിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? പ്രയോജനയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിനകത്ത് വരും. മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ രസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ മാതാജി പറഞ്ഞല്ലോ ഇല്ലേ? അതിന്റെ രസം ശുഖമുഖത്തു നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു രസമാണ്, അത് അമൃത തുല്യമാണ്. ആ ഒരു മാമ്പഴത്തോട് ഉപമിച്ചിരിക്കുന്നു. ആ മാമ്പഴം സാധാരണ നമ്മൾ മാങ്ങ പറിക്കുന്നത് എങ്ങനെയാ മാതാജിമാർക്കാണ് അത് കൂടുതൽ അറിയാം. തോട്ടി കെട്ടി പറിക്കും. ഒരു തോട്ട് കെട്ടിയിട്ട് അവിടെ ചെന്നിട്ട് താഴെ നിൽക്കുന്ന ഏതാണോ ആ തോട്ടിക്ക് ഉയരമുള്ളത് മാത്രം ഉള്ളത് നമ്മൾ പൊട്ടിച്ചെടുക്കും ഇല്ലേ? അതൊന്നെങ്കിൽ താഴെ വീഴും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും വീഴും. ഒന്നെങ്കിൽ അത് നന്നായിട്ട് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ പല പരിക്കുകളോട് കൂടിയിട്ട് കിട്ടും. പക്ഷെ ഈ മാമ്പഴം അങ്ങനെയല്ല. നന്നായിട്ട് പഴുത്ത മാമ്പഴം ആർക്കറിയാം? മാവേ കിടക്കുമ്പോഴ് നമ്മൾ പറയും വാവലിനറിയാമെന്ന് പറയും ഇല്ലേ? വാവലിനറിയാം, തത്തയ്ക്കറിയാം. ഇവിടെ പറയുന്നത് തത്തയാണ്, വാവലിനെ അല്ല. തത്തയ്ക്കറിയാം. അപ്പൊ തത്ത ചെറുതായിട്ടൊന്ന് കൊത്തി വെച്ച് കഴിഞ്ഞാൽ ആ മാമ്പഴത്തിന് നല്ല പാകമായ പഴമാണെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? തത്ത കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാമ്പഴം നമ്മൾ ഈ തോട്ടി കെട്ടി പറിക്കുന്നോട്ടല്ല പറിക്കുന്നു. മനസ്സിലായില്ലേ? തോട്ടി കെട്ടി പറിക്കുന്ന പോലെ പറിക്കുന്ന മാമ്പഴം അല്ല ഈ പറഞ്ഞ മാമ്പഴം. ആ മാമ്പഴം, ആ തത്ത കൊത്തിയ മാമ്പഴം അല്ലെങ്കിൽ അങ്ങനെ പാകമായിട്ടുള്ള മാമ്പഴം പറിക്കാനായിട്ട് സുഖമായിട്ടുള്ള തത്ത അവിടെ കയറി ഇരുന്നിട്ട് അതിന്റെ താഴെ നമ്മുടെ ആചാര്യന്മാർ ഓരോരുത്തരുടെ താഴെ ശിഖരങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. വ്യാസദേവനുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോഴെന്ന് പറയുമ്പം പിന്നെ പരിശുദ്ധ മഹാരാജ് മുതൽ ഇങ്ങോട്ടുള്ള അവരെയൊക്കെ നമുക്ക് കണക്കൂട്ടും. അപ്പം ഇത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ചുരുക്കി ഇതിന്റെ സന്ദർഭം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ആ മാമ്പഴം നമ്മൾ ഒരാള് പറിച്ചു, അടുത്ത ആളിനെ കൊടുത്തു, അടുത്ത ആൾ താഴെ ഇരിക്കുന്ന ആള് വാങ്ങിച്ചു. അങ്ങനെ താഴെ കിട്ടുമ്പോൾ ആ മാമ്പഴത്തിന് യാതൊരുവിധ കേടുപാടും കൂടാതെയാണ് നമുക്ക് കിട്ടുന്നത്. തത്ത കൊത്തിയിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ ആ തത്ത കൊത്തുമ്പോൾ അതിന്റെ ഫലത്തിൽ കൂടുതൽ ഗുണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ശരി, ആ മാമ്പഴത്തിന് വേറൊരു വ്യത്യാസം കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാമ്പഴം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാങ്ങയുടെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അതിന്റെ ഇതുണ്ടാവും, പാകമായിട്ടുള്ള മാംസഭാഗം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാങ്ങാണ്ടി ഉണ്ടാവും അല്ലേ? പക്ഷെ ഈ മാമ്പഴത്തിൽ മാങ്ങാണ്ടി ഇല്ല. മനസ്സിലായില്ലേ? ആ ഭാഗത്ത് കൂടി ഈ അമൃത് നിറച്ചിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതമാകുന്ന അമൃത് നിറച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ എടുക്കുക, അത് അങ്ങനെ തന്നെ പാചകം ചെയ്യാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാവത്തിലായിരിക്കണം നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ സമീപിക്കേണ്ടത്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ സമീപിക്കേണ്ടത്? നമ്മൾ ഏതൊരു ശ്ലോകത്തിൽ പഠിക്കും. ഞാൻ പറഞ്ഞുതരാം.
സൗണ്ട് ഇല്ല. അപ്പോ പ്രസന്റേഷന്റെ വീഡിയോ അയക്കാം. ഓക്കെ, ഇപ്പോഴോ? ഇപ്പോഴുണ്ട്. കേൾക്കാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം ഉണ്ട്. പ്രഭു. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തെ സമീപിക്കേണ്ടത്? രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു, നിർമത്സരാണാം. മത്സര ബുദ്ധി ഇല്ലാതെ വേണം പഠിച്ചു, അല്ലേ? ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ അർജുനന്റെ അടുത്ത് വേറൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. എന്താണത്? അസൂയയില്ലാതെ. എന്തില്ലാത്തതുകൊണ്ടാണ്? അസൂയയില്ലാത്ത ആ, അസൂയയില്ലാതെ. അതാണ്. അസൂയ അസൂയയും ഈ അസൂയയില്ലാത്ത നിർമത്സരവും മത്സര ബുദ്ധിയൊക്കെ ഭയങ്കര അപകടമാണ്. നമുക്ക് ജ്ഞാനം കിട്ടാനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് നിർമത്സരാണം ആയിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഭാഗവതത്തെ പഠിക്കേണ്ടതും കേൾക്കേണ്ടതും? പ്രത്യേകിച്ച് ദിവസം, കാലം, രാമായണ മാസം പോലെ എന്തെങ്കിലും കാലമുണ്ടോ? ഇല്ല, എപ്പോ രാമായണത്തിൽ ഇപ്പൊ വേണമെങ്കിലും എപ്പോ ദിവസേന. വേണമെങ്കിലും. ആ, അതാണിപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിത്യം ഭാഗവത സേവയ. അത് ബുധനാഴ്ച മാത്രമേ ഭാഗവതം സേവിക്കുള്ളൂ മാതാജിമാര്? നിത്യം. അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ സേവിക്കും. വേണം. നിത്യം ഭാഗവത സേവയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 12,000. 18,000. 18,000 ശ്ലോകം. ഓക്കെ. ഈ ഇരിക്കുന്ന മാതാജിമാർക്ക് അവരവരുടെ വയസ്സ് അവരവർക്ക് അറിയാം. വയസ്സ് ആരും ഞാൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഈ 18,000 ശ്ലോകം മാത്രം വായിക്കുന്നതിന് മാതാജിമാർക്ക് എത്ര ദിവസം വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര വർഷം വേണ്ടി വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്ക്. പ്രഭു, 18,000 ബൈ 365 ഒന്ന് കൂട്ടിക്കേ, എത്ര വരും? ശ്ലോകം വായിക്കുന്നതിന് മാത്രമാണ്, അതിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും വായിക്കുന്ന കാര്യമല്ല പറഞ്ഞു. ഉള്ളി ശ്ലോകം മാത്രം നമ്മൾ വായിക്കുന്നതിന് എത്ര സമയം, എത്ര ദിവസം, അല്ലെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും? ദിവസം വായിച്ചു വെച്ചാല് 1 മാസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കും. ആ, പറഞ്ഞോളൂ. 40 വർഷം. 49 സംതിങ് വരും അല്ലേ? ആ, അതെ. ഇല്ലേ? അപ്പൊ ഈ മാതാജിമാർ ഞാനും ഒക്കെ കൂട്ടി നോക്കുക. എനിക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്ലോകം മാത്രം ഞാൻ ഡെയിലി ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര വർഷം പിടിക്കും എന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, നിത്യം ഭാഗവത സേവയാ. ജാനാംബിക മാതാജിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടോ, ഇത്രയും വയസ്സിനുള്ളിൽ എത്ര ഭാഗവതത്തിന്റെ എത്ര ശ്ലോകങ്ങൾ വായിച്ചോ, ഇനി ബാക്കി വായിക്കാൻ എനിക്ക് സമയം കിട്ടുമോ എന്ന് സമയം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കയ്യിലുള്ള കാര്യമാണ്. വയസ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് പറയാം. എന്തായാലും 110 വർഷമൊന്നും നമ്മൾ ജീവിച്ചിരിക്കില്ല, ഇല്ലേ? ഇല്ല. ഇപ്പോഴുള്ള വയസ്സുമായിട്ട് നമ്മൾ വായിച്ചിട്ടില്ലാത്തവരും വായിച്ചിട്ടുള്ളവരും കണക്ക് കൂട്ടി നോക്കുക. 49 പോയിന്റ് സംതിങ് വേണം, വർഷങ്ങൾ വേണം ഇതിന്റെ ശ്ലോകം മാത്രം വായിക്കാനായിട്ട്. ബാക്കി പിന്നീടുള്ള കാര്യം. അപ്പൊ ഇത് മാത്രമുള്ള കാര്യമാണ്. 700 ശ്ലോകങ്ങള് വേറെ ശ്രീമദ് ഭഗവത്ഗീതയിലുണ്ട്. പിന്നെ വേറെയും ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പഠിക്കാനായിട്ട്. പഠിക്കുന്ന കാര്യമല്ല പറഞ്ഞു, പഠിക്കാൻ എത്ര വർഷം എടുക്കും? അപ്പൊ നമ്മുടെ ഈ ജന്മത്തിൽ നടക്കുന്ന ഒരു കാര്യമാണോ, പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ എഫർട്ട് എടുത്തിട്ട്, കൂടുതൽ സമയം എടുത്തിട്ട്, കൂടുതൽ അതിനു വേണ്ടിയിട്ട് സമയം ചെലവാക്കും. മനസ്സിലായി? അങ്ങനെ നിത്യം ഭാഗവത സേവയ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇത് പറയാനല്ല ജയേഷ് പ്രഭു എന്നെ ഏൽപ്പിച്ചത്. നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഓക്കെ, 4-ാമത്തെ ശ്ലോകത്തില് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം പരിശുദ്ധ മഹാരാജനത് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് ശ്രവിച്ച മറ്റുള്ള ഋഷിമാര് അവരത് വീണ്ടും കേൾക്കാൻ, അതാണ് ഈ ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത. വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആരെയാണ് സമീപിച്ചത്? ശൗനകാദി ഋഷികളുടെ നേതൃത്വത്തില് ശ്രേഷ്ഠരായ മുനിമാർ നൈമിശാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് ഭഗവത് ഭക്തരുടെ പ്രീതിക്കായി 1000 സംവത്സരം വീണ്ടും നീണ്ടു നിൽക്കുന്ന മഹത് യജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. ഇല്ലേ? നേരത്തെ നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് ഈ ഭാഗവതം ശ്രവിച്ചത്. ആര്? പരിശുദ്ധ മഹാരാജ്. ഇവിടെ അവർ എത്ര സമയം എടുക്കുന്നതിന്?
1000 വർഷം. 1000 സംവത്സരം എടുത്തുകൊണ്ടാണ് അവർ ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് നീണ്ടുപോകും. അവരെടുത്തിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ ഇത്രയും ദിവസത്തിനുള്ളിൽ നമുക്കത് അത് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലവും കണ്ടുപിടിച്ചു. സ്ഥലത്തിന്റെ പ്രത്യേകത ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ഥലത്തിന്റെ പ്രത്യേകത? നമ്മളിപ്പോ വായിക്കുന്നു. നൈമിഷാരണ്യം. നൈമിശാരണ്യത്തിൽ. നൈമിശാരണ്യത്തിന്റെ പ്രത്യേകത എന്താ? വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. ഭഗവാൻ വിഷ്ണു നിമിഷ നേരത്തേക്ക് പോലും ഇമയടയ്ക്കാത്ത സ്ഥലമാണ്. കാര്യം എന്താ? അവിടെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കീർത്തനവും അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതവും അതുപോലെ തന്നെ ഭഗവാന്റെ കഥകളും. അപ്പൊ ആരാണിത്? സാധാരണപ്പെട്ട ആൾക്കാരൊന്നല്ല. ജ്ഞാനാംബിക മാതാജിയും കൃഷ്ണ ചൈതന്യ കൃപയും ജയേഷ് പ്രഭു ഒന്നും അല്ല അവിടെ ഇരിക്കുന്നത്. വലിയ വലിയ ഋഷിമാരാണ്, മുനിമാര്, സന്യാസിമാര്. ഒന്നും രണ്ടു പേരല്ലല്ലോ. അപ്പോൾ അത് ഭഗവത് ഭക്തരുടെ പ്രീതിക്കായി 1000 സംവത്സരം വീണ്ടും നൽകുന്ന ഭഗവത് യജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. ശ്രീമദ് ഭാഗവത്തിന്റെ ഉപക്രമം പൂർവ 3 ശ്ലോകങ്ങളിലും പ്രസ്താവിച്ചു കഴിഞ്ഞതിനാൽ, അല്ലെ, 3 ശ്ലോകങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്ലോകം നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് വായിക്കണം. അതുകൊണ്ടാണ് 6, 7 പേജൊക്കെയാണ് ഇതിന്റെ പർപ്പട്ട് പ്രഭുപാദ് എഴുതി വെച്ചിരിക്കുന്നത്. കാര്യം നമ്മള് എത്ര കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കത് തലമണ്ടയിലോട്ട് ഈ കലികാലത്തിൽ വലിയ പാടാ കയറാൻ. അതുകൊണ്ട് ഈ ഓരോ ഇഴ കീറി അതിനെ വിശദീകരിച്ചാണ് ശില പ്രഭുപാദര് ഈ 70ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ ഇത് കുത്തിയിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും കേട്ട ഋഷിമാരും ഇത്രയും ഭഗവത് സേവനങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ഋഷിതുല്യരൊക്കെ ആവുന്നത്. അവർക്ക് വീണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തരുടെ പ്രീതിക്കായിട്ടാണ്, അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള ഭക്തരുടെ പ്രീതിക്ക് വേണ്ടിയും സ്വന്തമായിട്ട് ഉള്ള ഇതിനു വേണ്ടിയിട്ടുമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ വിശേഷ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ ബ്രഹ്മദേവൻ പ്രപഞ്ചത്തെ മുഴുവൻ പരിവേഷണം ചെയ്യുന്ന ഒരു ബൃഹത് ചക്രം ഭാവന ചെയ്ത് അതിന്റെ ഭ്രമണ കേന്ദ്രം നൈമിശാരണ്യം എന്ന സവിശേഷ സ്ഥാനത്ത് സ്ഥാപിച്ചു. അപ്പൊ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, ഒരു സാധാരണ സ്ഥലമല്ല ഈ നൈമിശാരണ്യം എന്ന് പറയുന്ന സ്ഥലം. ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം അദ്ദേഹം ഇവിടെ ഇതിനു വേണ്ടിയിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ദിവ്യദേശങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പ്രഭു, 2 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. ഭാഗ്യം. അവിടെ പോയിട്ട് ഭഗവാന്റെ ഇതിനെ കുറിച്ച് കേട്ടു, മനസ്സിലാക്കി, അല്ലേ? അവിടെ പോയിട്ടുണ്ട്. പിന്നെ അത് ഈ ചക്രത്തിന്റെ ഷേപ്പിലാണ് ആ ഒരു കുളം ഇരിക്കുന്നത്. അതെ. ഓക്കെ. ഞങ്ങൾക്കാർക്കും, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഭാഗ്യം ഉണ്ടാവുമെന്ന്, ഈ ജന്മത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഭഗവാൻ തീരുമാനിക്കണം. എന്തായാലും ഭാഗ്യമുള്ളവരൊക്കെ ഉണ്ടായി, പോയി കണ്ടു. വളരെ സന്തോഷം. അപ്പോൾ എന്ന് വായവി തന്ത്രത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതുപോലെ നൈമിശാരണ്യ വനത്തിൽ നിർവഹിക്കപ്പെടുന്ന യജ്ഞങ്ങൾ രാക്ഷസന്മാരുടെ ശക്തി ദുർബലപ്പെടുത്തുമെന്ന് വരാഹപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. ആകയാൽ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾക്കായി ബ്രാഹ്മണർ നൈമിശാരണ്യത്തിന് വിശേഷ പ്രാധാന്യം നൽകുന്നു. അപ്പൊ അവിടെ ചെന്ന് നൈമിശാരണ്യം നിർവഹിക്കപ്പെടുന്ന ഏത് യജ്ഞമായാലും, ഇപ്പം ജ്ഞാനാംബിക മാതാജി അവിടെ പോയിരുന്ന് ഈ ഭാഗവത ചർച്ച കേൾക്കുകയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കുറയുക? രാക്ഷസന്മാരുടെ ശക്തി ദുർബലപ്പെടും. അപ്പൊ ഇത് അന്നത്തെ കാലത്ത് രാക്ഷസനും ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വെവ്വേറെ ഉണ്ടായിരുന്നു, അല്ലേ? ഈ കാലത്ത് നമ്മളിൽ തന്നെയുണ്ട് ഈ 3 ആൾക്കാർ, ഇല്ലേ? നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പ്രയോജനം ആർക്കാണ്? നമുക്ക് തന്നെയാണ്, ഇല്ലേ? അവിടെ പോയിരുന്നത് കേൾക്കാനും പറയാനും ഒക്കെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ താല്പര്യം കൂട്ടണം, അങ്ങനെയും കൂടെ പോയി അവരൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും പ്രാധാന്യപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മുടെ ഈ ശാസ്ത്രത്തിലുള്ളതെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പ്രഭാത് അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവത് പ്രീതിക്കായി വിഷ്ണു ഭക്തർ സർവ്വവിധ യജ്ഞങ്ങളും നിർവഹിക്കുന്നു, ഇല്ലേ? ഭഗവത് ഭക്തർ സദാ ഭഗവത് സേവന നിരതരും അതേസമയം പതിതാത്മാക്കൾ ഭൗതിക സുഖാനുഭവമാകുന്നു. ഭൗതിക ലോകത്തിൽ വിഷ്ണു ഭഗവാന്റെ തൃപ്തിക്കല്ലാതെ വേറെന്ത് കാരണത്താലും നിർവഹിക്കുന്ന ഏതൊരു കർമ്മവും വീണ്ടും ബന്ധനഹേതുവാകും. അപ്പോ നമ്മൾ ഭൗതിക ലോകത്തിൽ വേറെ ഏതൊരു കർമ്മത്തിന് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ഭഗവാൻ വിഷ്ണുവായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? വീണ്ടും നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്
ഈ രണ്ടാമത്തെ ശ്ലോകത്തില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? കൈതവ ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ? അത് പ്രഭു നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ശ്ലോകം, ധർമ്മപ്രോചിത കൈതവ ഭക്തപരമവും നിർമ്മത്സരാണാം സദാം വേദ്യം വസ്ത്ര വസ്തു ശിവനം താപത്രയോന്മൂലനം. മനസ്സിലായില്ലേ? അപ്പം ഈ കൈതവ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കൈതവ ധർമ്മം എന്നാല് വഞ്ചിക്കപ്പെടുന്ന ധർമ്മം ഇല്ലേ? നമ്മള് സത്യം അറിയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയിൽ കിട്ടുന്നതും എന്താണ്? കൈതവ ധർമ്മമാണ്. കൈതവ ധർമ്മം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണമെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്? ചീറ്റിംഗ് ധർമ്മം എന്നാണ് പറയുക, വഞ്ചിക്കപ്പെടുന്ന ധർമ്മം ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ധർമ്മത്തെ, അതായത് ഭഗവാനെ അല്ലാതെ ഞാൻ എന്താഗ്രഹിച്ചാലും അത് കൈതവ ധർമ്മമാണ്. ഭഗവാനെ അല്ലാതെ നമ്മൾ എന്താഗ്രഹിച്ചെന്ന് പറഞ്ഞാലും അത് കൈതവ ധർമ്മമാണ്. അതിനെ പ്രോജിത, എറിഞ്ഞു കളയാന്നാ പറയുന്നത് ആ ശ്ലോകത്തിനകത്ത് പറയുന്നത്. എങ്ങനെ അറിയണം? ജിത, എറിയുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രോജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയ. പ്രോ എന്ന് കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ ഏറിന് ശക്തി കൂടി അവിടെ. അതാണ് ആചാര്യന്മാരിൽ നമ്മളിത് കേട്ട് കഴിഞ്ഞാലുള്ള ഗുണം. പ്രോജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ വലിച്ചെറിയ വലിച്ചെറിഞ്ഞ് കളയണം അല്ലേ? വലിച്ചെറിഞ്ഞ് കളയണം. പക്ഷെ നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവമുണ്ട് നമുക്ക്. വലിച്ചെറിഞ്ഞും പോയി, ഇനിയിപ്പം അത് കളയാനും പറ്റത്തില്ല, പഴക്കമൊന്നും ഇല്ലായിരുന്നു, എന്നാ പിന്നെ ഒന്നുകൂടെ എടുത്തു വെച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ തപ്പിപ്പിടിച്ച് വീണ്ടും എടുക്കാൻ പോകും. അതുകൊണ്ട് ഇവിടെ ശാസ്ത്രി പറയുന്നു ദൂരെ വലിച്ചെറിയാന്ന് പറഞ്ഞു. പിന്നെ എടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ ഇതാണ് ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിനും ഉതകുന്ന ധർമ്മം നിർവഹിക്കാൻ സദാ ജിജ്ഞാസുക്കളാണ് മഹാഋഷികൾ. ഇവിടെ ഈ എന്താണ് ചരിതം ഭഗവാനെ കുറിച്ച് എഴുതിയതിന്റെ കാരണം എന്ന് പറയുന്നത്, ആരാണ്? വ്യാസദേവൻ എഴുതിയതിന്റെ കാരണം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത്. സാമാന്യ ജനങ്ങളെ ആത്മീയ തലത്തിലേക്ക് എന്താണ് ഭൗതിക തലത്തിൽ വീണ് കിടന്നിട്ട് ഏതാ ചെയ്യുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ നിലയ്ക്ക് കിടക്കുന്നവരെ എങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവരാം? അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് ആരോട്? ശുകദേവ ഗോസ്വാമിയോട് ചോദിച്ചത്. ഇവരെ എങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? മരിക്കാൻ പോകുന്ന ഈ പരീക്ഷിത് മഹാരാജിന് വല്ല കാര്യമുണ്ടോ ഇതുകൊണ്ട്? ഇല്ല, 7 ദിവസം കൊണ്ട് എന്തായാലും സർപ്പം ദംശനത്താൽ മരിച്ചു പോകും. ഇതാണ് ഒരു ഭക്തന്റെ മനസ്സിലുണ്ടാവേണ്ടത്. എന്റെ കാര്യമൊക്കെ സാധിച്ചു, എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇനിയിപ്പോ ഞാൻ എന്തോ തെറ്റ് പറ്റിപ്പോയി എന്റെ അതിന് ശിക്ഷയാണ് ഈ 7 ദിവസത്തിനുള്ളിൽ മരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമുണ്ട്? മരിക്കുന്ന ഒരാൾ പിന്നെ ഭാവി കാര്യത്തെക്കുറിച്ചും ഭാവിയിലുള്ള ആൾക്കാരെ കുറിച്ചും ചോദിക്കേണ്ട കാര്യമുണ്ട്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെയായിരിക്കും ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കണം. യാരെ ദേഹോ താരേഖോ കൃഷ്ണ ഉപദേശ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹാഋഷി ആകയാൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ഋഷിമാർ സുദീർഘമായ മഹായജ്ഞ നിർവഹണത്തിനായി നൈമിശാരണ്യത്തിൽ പവിത്ര സ്ഥാനത്ത് സമ്മേളിച്ചു. നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മൾ ഈ വക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പവിത്ര സ്ഥാനം ഉറപ്പാക്കണം. മീൻസ് നമ്മുടെ വീട്ടിൽ പവിത്ര സ്ഥാനം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ പ്രഭു? വീട്ടിലുള്ള സ്ഥലത്തല്ലേ നമുക്ക് പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവിത്ര സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റൊരുവിധ കാര്യങ്ങളും നമ്മൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരാത്തൊരു സ്ഥലം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കുടീരെന്ന് പറയും. നമ്മുടെ ഷഡഗോസ്വാമിമാരൊക്കെ വൃന്ദാവനത്തില് പിന്നെ കഴിഞ്ഞ കാലത്ത് അവർക്ക് പ്രത്യേക കുടീരുണ്ടാക്കി വെക്കും, ജപിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ കുടീരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഒരു ഓല വെച്ച് മറച്ച ഒരു ചെറിയൊരു ഷെൽട്ടർ പോലൊരു സ്ഥലം, ഒരാളിന് അതിനകത്ത് ഇരിക്കാം, അത്ര തന്നെ. അതിന് മേലെ ചിലപ്പോൾ മറ ഉണ്ടാവത്തില്ല, പക്ഷെ സൈഡിലെല്ലാം ഒരു ചെറിയൊരു മറ പോലെയൊക്കെ ഉണ്ടാവും. സനാതന ഗോസ്വാമിക്ക് അത് ഇല്ലാതിരുന്നിട്ട് പുള്ളി ജപിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് ശ്രീമതി രാധാറാണി കൊണ്ടുവന്നിട്ട് സ്വന്തം ഷാല് വെച്ചിട്ട് ഷെയ്ഡ് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ രൂപഗോസ്വാമി മറ്റുള്ള രൂപഗോസ്വാമിയാന്ന് തോന്നുന്നു. രൂപഗോസ്വാമി പറഞ്ഞേ, അതെ, നിന്റെ തോന്നിവാസത്തിന് വന്നിട്ട് സർവീസ് ചെയ്യാനുള്ള ആളല്ല ആര്?
ശ്രീമതി രാധാറാണി. കൃഷ്ണനെ സർവീസ് ചെയ്യാനുള്ള ആളാണ്. നിനക്ക് അതെന്താ പുള്ളി അറിഞ്ഞില്ല. അപ്പൊ കാര്യം ഒരു ശുദ്ധഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയത്തില്ല എന്താണ് ഒരു ദിവസം നടന്നു പോകുന്നതെന്ന്. അതാണ് ഇവിടെ നടക്കുന്നത്. നിമിഷ നേരത്തേക്കും കണ്ണിമയ്ക്കാതിരിക്കുന്ന വിഷ്ണു ഭഗവാനെ പൂജിക്കുന്ന ഭക്തന്മാർക്ക് നിമിഷങ്ങൾ പോകുന്നത് പോലും അറിയത്തില്ല. നമ്മൾ ഇപ്പോഴേ വായിച്ചാൽ നോക്കും, ഈ പ്രഭു എപ്പോഴാണ് നിർത്തുക? മണി 9:30 തുടങ്ങിയത്, 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ പറച്ചിൽ കേട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും, നമ്മൾ എപ്പോഴാണ് നിർത്തുക, എപ്പോഴാണ് നിർത്തുക. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് പവിത്ര സ്ഥാനത്ത് സമ്മേളിച്ചു. നമ്മൾ സ്ഥാനം എപ്പോഴും ഉറപ്പിക്കണം. അതായത് ഈ അടുത്ത കാലത്ത് ഞാനൊരു ഇത് ജയേഷ് പ്രഭു കേട്ട് കാണും. നമ്മള് എപ്പോഴും നമ്മളെ ഈ ക്ലാസ്സിലും മറ്റു കാര്യത്തിലും ജപത്തിലും ഒക്കെ ശല്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ. നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യും, ഇല്ലേ? ജപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യും, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ, അത്യാവശ്യ കാര്യമാണോ എന്നൊക്കെ നോക്കി. അപ്പൊ ആചാര്യന്മാര് പറയുന്നത്, വൈകുണ്ഠത്തിൽ നിന്നോ ഗോലോക വൃന്ദാനത്തിൽ നിന്നോ ഒരു കോൾ വരുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം, ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. മനസ്സിലായി? കാര്യം നമുക്കറിയാം അവിടുന്ന് ആരും വിളിക്കാനൊന്നുമില്ല നമ്മൾ, ഇല്ലേ? അവര് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ അത്രേ ഇമ്പോർട്ടന്റ് കൊടുക്കണം നമ്മൾ. മനസ്സിലായി? ഒരു ചെറിയ കാര്യമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 49 വർഷവും പിന്നെ കുറച്ച് ദിവസവും കൂടെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഭാഗം, ഒരു ശ്ലോകം പോലും വായിച്ചു തീർക്കാൻ പറ്റുന്ന സമയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? കിട്ടുന്ന സമയം അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം. സമയം ഭയങ്കരമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ. അപ്പോ ഇവിടെ മറവിശീലരായ ജനങ്ങൾക്ക്, ഇതാണ് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദ്, മറവിശീലരായ ജനങ്ങൾക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഉചിത മാർഗം എന്തെന്ന് അറിയില്ല. അതുകൊണ്ട് ആകയാൽ ഇവയെക്കുറിച്ച് ശരിക്കും ഗ്രാഹ്യമുള്ള ഋഷിമാർ സർവ്വജനങ്ങളുടെയും ക്ഷേമാർത്ഥം ലോക സമാധാനം കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ കർമാനുഷ്ഠാനങ്ങൾക്ക് സദാ ഉത്സുകരായിരുന്നു. ഇത് നടത്തിയത് വലിയ ടെന്റൊക്കെ അടിച്ചിട്ട് അതിന്റെ താഴെ തുണികളൊക്കെ വിരിച്ച് ഫാനും ഒക്കെ ഫിറ്റ് ചെയ്തിരുന്ന ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഷെൽട്ടറിൽ ഇരുന്നിട്ടല്ല ഈ സംഭവം ചെയ്തത്. നൈമിഷാരണ്യം എന്നാ പറയാ. അരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ? വനത്തിലാണ് ഈ സംഭവം, ഇല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ സംഭവം എന്താണ്? വനമാണ്. അപ്പം ഋഷിമാര്, അതായത് ഭക്തന്മാരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയായിരിക്കും. അവർ എപ്പോഴും സദാ ഉത്സുകരായിരിക്കും. സമസ്ത ജീവജാലങ്ങളുടെയും വിശ്വസ്തമിത്രമായ അവർ അതികഠോരമായ സ്വക്ലേശങ്ങളെ തൃണവത്കരിച്ചുകൊണ്ട് സ്വജീവൻ അപായപ്പെടുത്തിക്കൊണ്ട് സർവബഹുമാന ജനങ്ങളുടെയും നന്മയ്ക്കായിട്ട് ഭഗവത് സേവനത്തിൽ സദാ വ്യാപൃതരാകും. മഹാവിഷ്ണു ഭഗവാനെ മഹാവൃക്ഷത്തോട് ഉപമിച്ചാൽ ദേവന്മാർ, മനുഷ്യർ, സിദ്ധർ, ചാണകർ, വിദ്യാധരന്മാർ, മറ്റ് ജീവസത്ത ഉൾപ്പെടെ എല്ലാവരും ആ വൃക്ഷത്തിന്റെ ശാഖകളും ഉപശാഖകളും ഇലകളും ആകുന്നു. ആ വടവൃക്ഷ ചുവട്ടിൽ ജലം പകരുകയാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ സർവ്വഭാഗങ്ങളും താനേ പുഷ്ടിപ്പെടുന്നു, ഇല്ലേ? അപ്പോ നമ്മളൊക്കെ ഇതൊക്കെ കുറച്ചു കാലത്തിന് മുൻപ്, ഇതൊന്നും കേൾക്കുന്നതിന് മുൻപ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് ഈ ദേവീ ദേവന്മാരൊക്കെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നൊക്കെ നമ്മളത് ചിന്തിച്ചു വെച്ചിരുന്നു. ഒരു പരിധി വരെ അത് നല്ലതുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോ അതിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി ചിന്തിക്കാനായിട്ട് പറ്റിയത്, ഇല്ലേ? അത്രയെങ്കിലും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈ മഹാവിഷ്ണു ഭഗവാൻ വൃക്ഷത്തോട് ഉപമിക്കുക. അതായത് ഒരു മഹാവൃക്ഷം, വടവൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽമരം, ഇല്ലേ? ആൽമരത്തിന്റെ ശാഖകളും ഉപശാഖകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന മനുഷ്യര്, സിദ്ധര്, ചാരണര്, വിദ്യാധരന്മാര്, മറ്റ് ജീവൻ, ഈവൻ ബ്രഹ്മാവ് പോലും. ഇവരൊക്കെ സംഭവം ഈ വൃക്ഷത്തിന്റെ ശാഖകൾ മാത്രമാണ്. അപ്പൊ ശാഖകളിലും ഇലകളിലും പൂക്കളിലും കായകളിലും ഒക്കെ അതിന്റെ ഫലം കിട്ടണം, അതിന് ജീവിച്ചിരിക്കണം, അതല്ലെങ്കിൽ അതിന് കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ. ആരാണ് വൃക്ഷത്തിന്റെ ചുവടെന്ന് പറയുന്നത്? ആരെല്ലാണ്? മഹാവിഷ്ണുവാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിനെ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ കൈതവധർമ്മം, മറ്റുള്ള ചീറ്റിംഗ് ധർമ്മങ്ങൾ നമ്മൾ വലിച്ചെറിയണം എന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. അതുകൊണ്ട് കാര്യം ഇവിടെ മനസ്സിലാക്കുമ്പോൾ, ഇവിടുന്ന് നമ്മൾ തുടർന്ന് മനസ്സിലാക്കുന്നതെല്ലാം ഈ പറയുന്ന ദേവന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും, മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കും, നമ്മളെ കുറിച്ച് മനസ്സിലാക്കും, നമ്മുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കും, ഇല്ലേ? ഒന്നാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിച്ചു വന്നപ്പോൾ അതൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പ്രഭുപാദ് ആചാര്യന്മാർ പറയുന്നത്, നമ്മൾ
എങ്ങനെയാണ് പിന്നെ ഭാഗവതത്തെ സമീപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത പിന്നെ അവസാനിക്കുന്നിടത്തു നിന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം തുടങ്ങേണ്ടത് അങ്ങനെയാണ് സമീപിക്കേണ്ടത്. ശ്രീമദ് ഭാഗവതം അവസാനിക്കുന്നിടത്തു നിന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത അവസാനിക്കുന്നിടത്തു നിന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം തുടങ്ങും. എന്താണ് ശ്രീമദ് ഭഗവത്ഗീത അവസാനിക്കുന്ന ഭാഗത്തു നിന്നുള്ള പ്രത്യേകത? ആരെങ്കിലും? അവസാനിക്കുന്നതില് ഭഗവാൻ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ വെരി ഗുഡ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇല്ലേ? നമുക്ക് പിന്നെ മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ള കാര്യം ഭഗവാൻ അറിയാം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് വേണ്ടത്? സർവധർമ്മവും പരിത്യജിക്കുക. അപ്പൊ ഈ ധർമ്മത്തെ കുറിച്ചാണ് മറ്റുള്ള ഈ കൈതവ ധർമ്മത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മത്തെ കുറിച്ച്, അതായത് സർവധർമാൻ, ഇതിന് മുമ്പുള്ള ധർമ്മങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഭാഗവതത്തെയും ഭഗവാനെയും സമീപിക്കുക. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ വ്യാസദേവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്ത്? തുടക്കം എങ്ങനെയാ? ജന്മാദ്യക്ഷ അതിനു മുമ്പുണ്ടോ? അതിനു മുമ്പ് നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് നമുക്ക് ഭാഗവതവും ഭാഗവതത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു ഭാഗമല്ല. ശ്രീമദ് ഭാഗവതത്തിന്റെ ഭാഗമാണ്, ആ ശ്ലോകത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓം നമോ ഭഗവതേ. പഠിക്കേണ്ടത് ആരെയാണ്? പുരുഷനായിട്ടുള്ള ഭഗവാൻ, പിന്നെ ശ്രീകൃഷ്ണനെയാണ്. വാസുദേവൻ എന്ന് പറയുമ്പോൾ ആരാണ്? വസുദേവ പുത്രനായിട്ടുള്ള കൃഷ്ണനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അത് പറഞ്ഞിട്ടാണ് ആര്? വ്യാസുദേവൻ എന്തിലേക്ക് കടക്കുന്നത്? ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട്, എന്നാൽ മഹാവൃക്ഷത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ശാഖകളും ഇലകളും മാത്രം പുഷ്ടിപ്പെടുന്നില്ല. വേർപെട്ട ശാഖകളും ഇലകളും ജലം പകർന്നാലും ക്രമേണ നശിക്കുന്നു. അതേ പ്രകാരം പരമദിവോത്തവൃക്ഷത്തിൽ നിന്നും വേറിട്ട മാനവ സമൂഹം വേർപെട്ട ശാഖകളെയും ഇലകളെയും പോലെ ജലം പകരുന്നതിന് യോഗ്യമല്ലാതായി തീരുന്നു. മാത്രവുമല്ല, അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരാളുടെ ശ്രമം സമയവും ഊർജവും. അതുകൊണ്ട് നമ്മൾ എന്തിനെ മാത്രം പിന്നെ ഫോക്കസ് ചെയ്താൽ മതി? ആ വൃക്ഷത്തിന്റെ ചുവട്ടില് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം അതിലൂടെ പുഷ്ടിപ്പെട്ടു. അതുകൊണ്ട് പരമപുരുഷ ഭാവസങ്കരത്തിൽ നിന്നും വേറിട്ടാണ് ആധുനിക ഭൗതിക സമൂഹം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, നാസ്തികന്മാർ ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയുടെ ഓരോ ചുവടും സംഭ്രമിപ്പിക്കുന്നതാണ്. എന്നിരുന്നാലും അവർ ജാഗ്രതകൾ അളവിടുന്നില്ല. എന്ന് പറയുന്നത് അവിശ്വാസികളാണ്. വിശ്വാസമില്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. പൊതുവെ എല്ലാവരും ഇപ്പം ആ ഒരു തലത്തിലാണ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം. അവര് ആ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ജാഗരൂകരാവില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഈ യുഗത്തിൽ ജാഗ്രത അവസ്ഥയിലുള്ള ഏകമാർഗം ദിവ്യമായ ഭഗവത് സങ്കീർത്തനമാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എന്താണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ പിന്നെ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ അപ്പൊ ചോദിക്കും, പ്രഭു അത് തന്നെ മാത്രം മതിയോ? ഭാഗവതം പഠിക്കാനായിട്ട് പറയുന്നു, അതിന് ഇത്ര സമയം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ എന്ത് ചെയ്യും? പക്ഷെ ഇതെല്ലാം ഈ പറയുന്ന നാമസങ്കീർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം ചെയ്യാനല്ല പറയുന്നത്. അതിലൂടെ നമുക്ക് ഭാഗവതം പഠിക്കാനുള്ള രുചി നമുക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇല്ലേ ജയേഷ് പ്രഭു? നമ്മൾ ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഭാഗവതം എന്ന് പറയുന്നത് നാമരുചി നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതം. കാര്യം കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കി. കൃഷ്ണനെ കുറിച്ച് മനസ്സിലാകുന്നത് നമ്മൾ എവിടെ ചെല്ലുമ്പോഴാണ്? ശ്രീമദ് ഭാഗവതത്തിൽ ചെല്ലുമ്പോഴാണ്. അപ്പോഴും എന്താണ്? സ്തോത്രപ്രിയനായിട്ടുള്ള കൃഷ്ണൻ ഈ നൈമിശാരണ്യത്തിൽ വന്നിട്ട് കണ്ണു വയ്ക്കാതെ നോക്കിയിരിക്കുന്നോട്ട് നമ്മുടെ മുമ്പിൽ നട്ടിരിക്കും നോക്കിയിരിക്കും. ഇവൻ സ്തുതിക്കുന്നില്ലല്ലോ, ഇവൻ ശ്രീമദ് ഭാഗവതം പഠിക്കാം, ഭഗവത്ഗീത പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതനുസരിച്ചിട്ട് പിന്നെ നാമസങ്കീർത്തനം നടത്താൻ, നാമസങ്കീർത്തനം ഒന്നും കേൾക്കുന്നില്ലല്ലോ. കണ്ണി വെക്കാതെ വന്ന് നോക്കിയിരിക്കും. നൈമിശാരണ്യം ഇതൊക്കെ പറയുന്നിടത്തെല്ലാം നൈമിശാരണ്യം എന്നാ പറയാം. ഭഗവാനെ കുറിച്ച് പറയുന്നിടമെല്ലാം നൈമിശാരണ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന ഈ പറയുന്ന 18 പേര് മാത്രമല്ല ഈ പിന്നെ നിങ്ങളുടെ അടുത്തും എന്റെ അടുത്തും ഒക്കെ ഉള്ളത്. എന്റെ റൂമിനകത്ത് നിറച്ചും, ജയേഷ് പ്രഭുവിന്റെ റൂമിനകത്ത് നിറച്ചും അങ്ങനെ പിന്നെ
രതിദേവി മാതാജിയുടെ വീട്ടിലും ജാനാമയ്യ മാതാജിയുടെ വീട്ടിലും എല്ലായിടത്തും നമ്മൾ അറിയാതെ തന്നെ ഈ ഇവര് ഭക്തര് വന്നിട്ട് ഇരിക്കുകയാണ് ഇത് കേൾക്കാനായിട്ട്. അപ്പൊ നമ്മൾ വായടച്ച് വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? മനസ്സിലായി? കാര്യം അഹം സർവസ്യ പ്രഭോ മത്ത സർവ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാന്ന ഭഗവാൻ. അഹം സർവസ്യ പ്രഭോ, ഞാൻ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നുണ്ട് ഭഗവാൻ പറയും. അതുകൊണ്ട് എന്റെ മുറിയിൽ മാത്രമല്ല, കൃഷ്ണകുമാരി മാതാജിയുടെ വീട്ടിലും അങ്ങനെ പ്രഭാരം പ്രഭുവിന്റെ വീട്ടിലും റൂമിലും എല്ലായിടത്തും ആരുണ്ട്? ഭഗവാൻ ഉണ്ട് ഇത് കേൾക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവത് നാമസങ്കീർത്തനം അത്യന്തം ശാസ്ത്രീയമായ രീതിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ അവതരിക്കപ്പെടുന്നത് മാത്രമല്ല, യഥാർത്ഥ സമാധാനവും ക്ഷേമവും പ്രാപ്തമാക്കുവാൻ ബുദ്ധിമാന്മാർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം. ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നതും അതേ ഉദ്ദേശത്തോടെയാണ്. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ, ഈ നാമം എങ്ങനെ ശുദ്ധമായിട്ട് ജപിക്കാനുള്ള ഒരു പരിശീലനത്തിലേക്കാണ് നമ്മളെ ഇതിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാന ഭാഗത്തിലുള്ള ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാമസങ്കീർത്തനം. എന്താണ് പ്രഭു ആ ശ്ലോകം? ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അവിടെ എഴുതി വെച്ചുള്ളൂ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഹരിപരം. ഇതാണ് അതിന്റെ അവസാനം. ഈ 18,000ത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈ ശ്ലോകത്തിൽ വന്നിട്ട് അവസാനിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു വെറുതെ പറഞ്ഞതല്ല, ഭഗവാൻ തന്നെ വന്നിട്ട് നേരിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് 5ാമത്തെ ശ്ലോകത്തിലും കൂടെ നമുക്ക് കിടക്കാം. ഒരു ദിവസം യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാത കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശ്രീല സൂത ഗോസ്വാമിക്ക് ബഹുമാന്യമായ ഇരിപ്പിടം നൽകിക്കൊണ്ട് ശ്രേഷ്ഠമായ ഋഷിമാർ അത്യാദരവോടെ താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അതീവ താല്പര്യത്തോടെ ആരാഞ്ഞു. അപ്പോൾ സൂത ഗോസ്വാമിയാണ് അവിടെ ആരാധ്യനായിട്ട് ആ ഇരിപ്പിടത്തിൽ ഇരുത്തിക്കൊണ്ട് വ്യാസാസനത്തിൽ, ആ ഇരിപ്പിടത്തിന്റെ പേരാണ് വ്യാസാസനം. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് വ്യാസാസനം എന്ന് പറയുന്നത്. ആർക്ക് വേണേലും അത് ആവാം. ഇതിനകത്ത് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആത്മീയ സേവനത്തിന് ഉചിതമായ വേള പ്രഭാതമാകുന്നു. ഇല്ലേ, രാവിലെയാണ്. നമ്മൾ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിത്യം ഭാഗവത സേവയ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ സമയമാണ് നമുക്ക് യൂട്ടിലൈസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അത് നമുക്ക് നോക്കാം. അപ്പോൾ മഹാമുനിമാർ ഭാഗവത പ്രഭാഷണത്തിന് അതിശ്രേഷ്ഠ ആദരണീയ സ്ഥാനമായ വ്യാസാസനം എന്ന ശ്രീ വ്യാസദേവ പീഠം നൽകി സകലമാന ജനങ്ങളുടെയും യഥാർത്ഥ ആത്മീയാചാര്യൻ വ്യാസദേവനാകുന്നു. മറ്റെല്ലാ ആചാര്യന്മാരും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ മാത്രമാണ്. ശ്രീ വ്യാസദേവ വീക്ഷണങ്ങളെ അതേപടി അവതരിപ്പിക്കുന്ന ഒരുവനാകുന്നു പ്രതിനിധി. ശ്രീ വ്യാസദേവൻ ശ്രീ സൂത ഗോസ്വാമിയെ ശ്രീമദ് ഭാഗവത് സന്ദേശങ്ങളാൽ പൂരിതമാക്കി. ശ്രീ സൂത ഗോസ്വാമി ഈ സന്ദേശങ്ങൾ ശ്രീ ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ശ്രവിച്ചു. ഗുരുശിഷ്യ പരമ്പരാ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ശ്രീല വ്യാസദേവന്റെ ഉത്തമ വിശ്വാസയോഗ്യരായ സർവ്വ ആചാര്യന്മാരെയും ഗോസ്വാമികൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഗോസ്വാമികൾ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആൾക്കാരെയാണ് ഗോസ്വാമിമാരുണ്ട്. അവരെപ്പോഴും ഇതിലായിരിക്കും അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിച്ചിട്ടുള്ളത്. പഞ്ചേന്ദ്രിയങ്ങള് അവർക്ക് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. നമ്മളത് എപ്പോഴും എങ്ങനെ ഇരിക്കും? നമ്മൾ പുറത്തോട്ട് തുറന്നു വെച്ചിരിക്കും. ചെവിയാണെങ്കിലും കണ്ണാണെന്നുണ്ടെങ്കിലും മൂക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ എങ്ങോട്ട് തുറന്നു വയ്ക്കും? പുറത്തോട്ട് തുറന്നു വയ്ക്കും. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ അതിനകത്തൂടെ കയറും, ഇല്ലേ? പക്ഷെ കയറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്, തുറന്നു തന്നെ ഇരിക്കുന്നത്. പക്ഷെ അത് ആവശ്യമില്ലാത്തതൊന്നും അവര് ഉള്ളിലേക്ക് എടുക്കത്തില്ല. മനസ്സിലായി? അപ്പോ ഗോസ്വാമിമാർ പൂർവാചാര്യന്മാരുടെ കാലത്തെ പിന്തുടരുകയും അവരുടെ നിർദ്ദേശങ്ങൾ കാർക്കശ്യമായി അനുസരിക്കുകയും സർവേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു. ഗോസ്വാമിമാർ ഭാഗവത അഭ്യസനകൾ ചഞ്ചല ചിത്തരായി സമർപ്പിച്ച് നൽകുന്നില്ല. നേരെ മറിച്ച് അത്യധിക സന്നദ്ധതയോടെ, സന്തോഷത്തോടെ, ഉചിതമായ രീതിയിൽ, അതീവ ശ്രദ്ധയോടെ ആത്മീയ സന്ദേശം ശിഥിലമാക്കാതെ പ്രദാനം ചെയ്ത് പൂർവികന്മാരുടെ കാലടികളെ പിന്തുടർന്ന് അവരുടേതായ സേവനങ്ങൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഇതില് 4-5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഭാഗവതത്തെ സമീപിക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഭാഗവതം ശ്രമിക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ല, നേരത്തെ മൊബൈലിന്റെ കാര്യം പറഞ്ഞു. ഇല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗോസ്വാമിമാർ ഭാഗവത അഭ്യസനങ്ങൾ ചഞ്ചല ചിത്തരായി അർപ്പിച്ചു. ഒന്നാമത് ചഞ്ചല ചിത്തരായിരുന്നു അവര്. നേരെ മറിച്ച് അത്യധികം സന്നദ്ധതയോടെ. അപ്പൊ ചഞ്ചല ചിത്തരം എന്ന് പറഞ്ഞാൽ അവർക്ക് ചഞ്ചലപ്പെട്ട മനസ്സോട് കൂടിയിട്ട്. നമ്മുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ്, ചഞ്ചലപ്പെട്ട മനസ്സ്, ഇല്ലേ? മനസ്സൊരിടത്തും, വേറൊരു സംഭവം, ചിന്ത വേറൊരിടത്തും, കാണുന്നത് വേറൊന്നും കേട്ടിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, നേരെ മറിച്ച് അത്യധികം സന്നദ്ധതയോടെ, സന്തോഷത്തോടെ, ഇല്ലേ, ഉചിതമായ രീതിയിൽ
അതീവ ശ്രദ്ധയോടെ ആത്മീയ സന്ദേശം ശിഥിലമാകാതെ പ്രദാനം ചെയ്ത് പൂർവികന്മാരുടെ കാലടികൾ പിന്തുടരും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ, പിന്നെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ഭാഗവത ശ്രോതാവ് ഭാഗവത പ്രബോധനയോട് സുവ്യക്തവും സവിസ്തരവുമായ വ്യാഖ്യാനങ്ങൾക്കായി ചോദ്യങ്ങൾ ഉന്നയിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? തുടങ്ങുന്നത് എങ്ങനെയാണ്? ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ഇല്ലേ? ചോദ്യമാണ്, ചോദിക്കുന്നതിന് മറുപടി. ശ്രീമദ് ഭാഗവതം ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, എല്ലാം ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുവ്യക്തവും സവിസ്തരവും വ്യാഖ്യാനങ്ങൾക്കായി ചോദ്യങ്ങൾ ഉന്നയിക്കാം, എന്നാൽ അവയൊന്നും തന്നെ വെല്ലുവിളി മനോഭാവത്തോടെ ആകരുത്. പ്രഭാഷകനോടും ഭാഗവത ശ്രദ്ധാവിഷയത്തോടും പൂർണ്ണ ആദരപൂർവമായ പരിഗണനയോടെ വേണം ഒരാൾ അന്വേഷണങ്ങൾ നടത്തേണ്ടത്, ഇല്ലേ? നമ്മളിപ്പോ ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഗുരുവായൂർ പിന്നെ എന്തുകൊണ്ടാണ് ഈ കൃഷ്ണനാട്ടം പാതിരാത്രിക്ക് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തൊരു വിഷയമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ പിന്നെ ഊന്നി നിന്നുകൊണ്ട് വേണം സംശയമായിട്ട് ചോദിക്കാനായിട്ട്. അല്ലാതെ ഈ പറയുന്ന കൃഷ്ണ ചൈതന്യ പ്രഭു കുറെയൊക്കെ നേരം കൊണ്ടിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. പുള്ളിക്കെല്ലാം അറിയാന്നുള്ള ഭാവമാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചോദ്യമാണ്? അത് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് പുറത്ത് ഉള്ള ചോദ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണങ്ങൾ ആദരപൂർവ്വം ആവില്ല. ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്ന മാർഗമാണിത് അന്വേഷണങ്ങൾ നടത്തേണ്ടത്. നിശ്ചയമായും ഉചിത കേന്ദ്രങ്ങളിൽ നിന്നും വിധേയ മനോഭാവത്തിലൂടെയുള്ള ശ്രവണത്തിലൂടെ വേണം ഒരാൾ അതീന്ദ്രിയ ജ്ഞാനാഭ്യസനം നടത്തുവാൻ. ആകയാൽ ഋഷിമാർ പ്രബോധകനായ സൂത ഗോസ്വാമിയെ അത്യാദരവോടെ സംബോധന ചെയ്തു. അപ്പം അവരവിടെ പറയാൻ തുടങ്ങുന്നു, ഇനി കേൾക്കാൻ തുടങ്ങുന്നു. അടുത്ത ശ്ലോകം മുതൽ ഋഷി ഊച്ചു എന്നും പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് പറയുന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കേൾക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഭാഗവതത്തെ സമീപിക്കേണ്ടത് ഈ രീതിയിലാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു, സമയം കിട്ടാത്തതുകൊണ്ട് അടുത്തൊരു സമയത്തേക്ക് നമുക്ക് ചർച്ചയ്ക്ക് വയ്ക്കാം. എങ്കിലും ഭഗവാന്റെ പിന്നെ വാസസ്ഥാനം എവിടെയാണ്? ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനം, അല്ലേ? ഗോലോക വൃന്ദാവനവും വൃന്ദാവനമായിട്ട് യാതൊരു വ്യത്യാസമില്ല. കേൾക്കുന്നില്ല. ഭക്തരുടെ ഹൃദയത്തിൽ. ഭക്തരുടെ ഹൃദയത്തിൽ. ക്ലിയർ ആവുന്നില്ല പ്രഭു. ഓക്കെ, ശരി. ഞാനൊന്ന് കേട്ടില്ല പ്രഭു. ഇല്ല നോക്കട്ടെ, ഞാൻ മനസ്സിലാവുന്നില്ല. അവസാനം പറഞ്ഞപ്പോ കേട്ടായിരുന്നു പ്രഭു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ. ഭഗവാന്റെ വാസസ്ഥാനം എവിടെയാന്ന് ആരാണ്ട് പറഞ്ഞു? പിന്നെ ഭക്തരുടെ ഹൃദയത്തിൽ നിന്നാണ്. ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞു, അല്ലേ? ഭഗവാൻ പോയപ്പോ ഭാഗവതത്തിലെ ഭഗവാന്റെ ചൈതന്യമാക്കിയിട്ടാണ് പോയത്. ഓക്കെ. അപ്പോൾ ഭഗവാന് പ്രത്യേകിച്ച് ഒരു അഡ്രസ് ഉണ്ട്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭഗവാന് പിന്നെ രൂപമുണ്ട് ഭാവമുണ്ടെന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു വാസസ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാസസ്ഥലം ഉണ്ടെന്ന് പറയാം. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഗോലോക വൃന്ദാവനം എന്ന് പറയാം. ഈ പറയുന്ന ആളിന് അറിയാം, പക്ഷെ കേൾക്കുന്ന ആളിന് അറിയത്തില്ല, ഇല്ലേ? അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഭഗവാന്റെ രൂപത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വേണും ഗുണന്തം അരവിന്ദതലായത ശംബർഹാവതം സമസിതാമുത സുന്ദരാഗം കന്ദർപ്പ കോടി ഗമനീയ വിശേഷ ചോപം ഗോവിന്ദമാദിപുരുഷം സമഹം ഭജ, ഇല്ലേ? ഇത് നമുക്ക് പറയാം. പക്ഷേ ചൈതന്യ മഹാപ്രഭു അതിനൊരു അഡ്രസ് തന്നിട്ടുണ്ട് ഭഗവാന്റെ. ആരാധ്യോ ഭഗവാൻ വ്രജേസ തനയാ തത്താമ വൃന്ദാവനം, ഇല്ലേ? രമ്യ കച്ചിത് ഉപാസന പ്രജാവധു വർഗേണ കൽപ്പിത ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം പ്രേമ പുമാൻ ധോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുർമതാര. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം.
അപ്പം ഇവിടെ ഭൗമ വൃന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നോ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ഭക്തിയോട് കൂടിയിട്ട് പോയെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, കാണിച്ചു തരുള്ളൂ ഭഗവാൻ. ആരാധ്യനായ പരമാത്മാവ് ബ്രജരാജാവിന്റെ പുത്രനാണ്, ബ്രജേന്ദ്ര തനയൻ. ആരാണ് ബ്രജരാജാവ്? നന്ദ മഹാരാജ് അല്ലെ? അദ്ദേഹത്തിന്റെ വാസസ്ഥലം ബ്രജയുടെ ഏറ്റവും പ്രഭുമായ വധുക്കൾ, അതാണ് ബ്രജേന്ദ്ര തനയന്റെ പിന്നെ സ്ഥലത്താണ് ഇദ്ദേഹം വസിക്കുന്നത്. അവിടെയുള്ള സംഭവം എന്താണ്? ബ്രജയുടെ ഏറ്റവും പ്രമുഖരായ വധുക്കൾ, അതായത് ആരാണ്? ബ്രജ ഗോപികമാര് ഗോപികമാർ ഗോപികമാർ. ഏഹ് അവര് ചെയ്യുന്ന ആരാധനയാണ്, സേവനമാണ് അവന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആരാധന. ശ്രീമദ് ഭാഗവത് ഇത് എവിടുന്ന നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എവിടെ? ഭാഗവതം ആണ് കുറ്റമറ്റ ആധികാരികമായിട്ട് നമുക്കിത് പറഞ്ഞു തന്നത്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നതാണ് എന്ന് പറയണം. ഇത് ദൈവീയ സ്നേഹമാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഭഗവാന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ പ്രേമം. എളുപ്പം കിട്ടുന്ന ഒരു സംഭവമല്ല ഇത്. ഭക്തിയും പ്രേമവും മാത്രം ഈ പറയുന്ന കള്ളകൃഷ്ണൻ നമുക്ക് തരാൻ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയാണ്. കയ്യിലിരിക്കുന്ന വെണ്ണ വേണേ തരും. പക്ഷെ ഓടക്കുഴലും ഭക്തിയും പ്രേമവും ഈ സാധനം പുള്ളി തരുത്തി. നമ്മൾ ഈ പിന്നെ ഇവിടെ ഭൗതിക ലോകത്താണ് ഭഗവാന്റെ കൈ, അത് ഹൃദയം പറിച്ചെടുക്കുന്ന പോലെയാണ് ഭഗവാന്റെ. ശബ്ദം പോയി പ്രഭു. എന്താ സ്നേഹത്തിൽ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോവാണ് പ്രഭു. ബ്രേക്ക് ആവുന്നു. ഇത് അടുത്ത റൂമിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ്, വിത്തൗട്ട് ലൈനാണ്. അപ്പൊ അതെങ്കിലും ഒരു വേരിയേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. വ്യക്തമായോ പറഞ്ഞത്? മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. പിന്നെ മഹാപ്രഭുവിന്റെ സങ്കല്പം, അദ്ദേഹം പ്രഭുവിന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നല്ലേ? ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, അതാ ഞാൻ പറഞ്ഞത് ലാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക, ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ചിട്ട് ശ്രീമദ് ഭാഗവത ശ്രവണം തുടർന്നും നടത്തുക. ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ആചാര്യന്മാരുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് ശിലാപ്രഭുപാദിന്റെ വ്യാസമുനിയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് നേരിട്ട് ലഭിക്കും. നിത്യം ഭാഗവത സേവയം. നമ്മുടെ കണക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൂട്ടി നോക്കണം. 18,000 ഭാഗം 365. അപ്പം ഒരു ദിവസം ഞാൻ എത്ര ശ്ലോകം വെച്ച് വായിക്കണം, പഠിക്കണം എന്നുള്ളത് ആ കണക്ക് വെച്ചിട്ട് കൂട്ടി നോക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് പുറത്ത് വലിയ പണികളൊന്നുമില്ല. മത അത് ഇത് നോക്കുക. ഓക്കെ. എന്തെങ്കിലും സംശയം ഈ പറഞ്ഞതില്? 2 മിനിറ്റ്. മഴയാണെന്ന് തോന്നുന്നു. സംശയമൊന്നുമില്ല.
ചോദ്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം നാട്ടിൽ 10:30 ആയില്ലേ? അതെ. വലിയ മാതാജി എന്തോ പറയാൻ വന്നു? മാതാജി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഭുവിന്റെ അടുത്ത്. അല്ല, സമയം 10:30 ആയെന്ന് പറഞ്ഞു. അതായത് ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. പോയിന്റ് പറയാനുള്ളവർക്ക്, സമയമുള്ളവർക്ക് ഇരുന്ന് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് എക്സിറ്റ് ആകാം. ഞാൻ അംബിക മാതാജി. ശ്ലോകത്തിന്റെ പറയുന്നത് ആ, മല്ലിക മാതാജി പറഞ്ഞോളൂ. കേൾക്കത്തില്ല. ഞാൻ അംബിക മാതാജി. അത് പറഞ്ഞത് ഞാൻ പറയാം. അങ്ങനെ ഇങ്ങനെ എഴുതുന്നു. കൈതവ ധർമ്മം എന്ന് പറയുന്ന വഞ്ചിക്കപ്പെടുന്ന ധർമ്മമാണ്. അതിനെ ദൂരെ എറിഞ്ഞു കളയുക, പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. എന്നിട്ട് നമുക്ക് ഈ മഹാചരിതം ഭഗവാനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു. അടുത്തത് മല്ലിക മാതാജി പറയുന്നുണ്ടോ? ഭാരതി മാതാജി. ജതിദേവി മാതാജി. ലൈൻ പോയോ എല്ലാവരുടെയും? ആരുടെയും അനക്കില്ല. അത് ഉറക്കായോ? ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ പറയട്ടെ ആ, പ്രഭു. മാതാജി പറഞ്ഞോളൂ. ആ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതിന് ഭഗവാന്റെ സ്നേഹം നേടിയെടുക്കുക എന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് തന്നെയാണ്. കാരണം ഭഗവാന്റെ ഓടക്കുഴൽ, ഭക്തി, പ്രേമം, ഇത് മൂന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാം എല്ലാ സമയവും ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ പറ്റി കേൾക്കുക, സ്മരിക്കുക, കീർത്തനം ചെയ്യുക. ഇത് മൂന്നും ചെയ്ത് നമ്മൾ ഭഗവാന്റെ സ്നേഹം കിട്ടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭൗതിക ലോകത്തിൽ വിഷ്ണുപ്രീതിക്കല്ലാതെ നിർവഹിക്കുന്ന ഏതൊരു കർമ്മവും നമ്മളെ ഈ ലോകത്തിൽ ബന്ധനസ്ഥനാക്കുന്നു. നാമസങ്കീർത്തനത്തിലൂടെ ഭാഗവതത്തിന് പഠിക്കാനുള്ള രുചി നമ്മൾക്ക് കിട്ടും. ഹരി ഹരേ ബോൾ. കൃഷ്ണ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ന് എടുത്തതില്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ അതെ. പ്രഭുജി. ആ, ഞാൻ വിളിച്ചിട്ട് പറയട്ടെ. ആ, ഒരു ഭഗവാൻ ഒരു മഹാവൃക്ഷം ഒരു ആന്തരിക്ഷത്തിനോട് പൊന്നിച്ചാലും അതിന്റെ കീഴിൽ ശാഖകളും ഉപശാഖകളുള്ള മറ്റുള്ള ദേവന്മാരും മറ്റെല്ലാ ജീവിവർഗങ്ങളും. അപ്പൊ നമ്മള് പിന്നെ ഓരോ ശാഖയ്ക്കും ഇലയ്ക്കും വെള്ളം ഒഴിച്ചാൽ ആ ഭാഗം ഉണങ്ങി പോകുകയുള്ളൂ. അവരുടെ മരത്തിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ ശാഖകളും മറ്റെല്ലാം കഴിച്ചു വരുള്ളൂ. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവാന്റെ പാദാപത്യത്തെ മനസ്സർപ്പിച്ച് ആയാൽ മാത്രമേ നമ്മൾ ജീവിവർഗങ്ങളും മറ്റെല്ലാവരും പുരോഗതി പ്രാപിക്കുള്ളൂ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. യമുന മാതാജി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം നമ്മൾ ക്ഷമയോടും ആദരവോടും കൂടി വേണം അത് ശ്രവിക്കാനും കേൾക്കാനും. ശ്രീമദ് ഭാഗവതം പകർന്നു നൽകുന്ന സന്ദേശങ്ങളും പാഠങ്ങളും അത്യന്ത ഏകാഗ്രമായിട്ടും ആദരവോടും കൂടി വേണം നമ്മളത് ശ്രവിക്കാൻ. ഹരി ബോൾ. നല്ല പോയിന്റ് ആയിരുന്നു. കൃഷ്ണകുമാരി മാതാജി. സുജന മാതാജി. ബാക്കിയാരും കാണുന്നില്ല. പ്രഭാകരൻ പ്രഭു, ഉഷാമണി മാതാജി, നിങ്ങളൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഭാഗവതം അല്ലാതെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും കൈതവ ധർമ്മമാവുന്നു. അതെ അതെ അതെ, കൈതോധർമ്മം. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞേക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മൾ ശ്രീമദ് പ്രഭു പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്
സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പരാധർമ്മത്തിൽ അല്ലെങ്കിൽ ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കണം. അപ്പം ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേന് അത് ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പം അങ്ങനെ ആ ഭഗവാനെ പറ്റി അറിയാനായിട്ട് നമ്മൾ ഭാഗവതം പഠിച്ചു കഴിയുമ്പോൾ അവസാനം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമസങ്കീർത്തനത്തിലൂടെ നമ്മൾ ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള ഈ ഭാഗവതം പഠിക്കാനായിട്ടുള്ള രുചി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാമസങ്കീർത്തനത്തിലൂടെയാണ് അത് എളുപ്പ സാധ്യമാകുന്നത്. ഹരേ കൃഷ്ണ. ഇനി ആർക്കും പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. എനിക്ക് ഭക്തിശാസ്ത്രി ക്ലാസ് നടക്കുന്നുണ്ട് ബ്രോ. എന്തോ ഭക്തിശാസ്ത്രി ക്ലാസ് 7:30 തുടങ്ങും. അതെയോ കൃഷ്ണ, പ്രഭുവിന് നഷ്ടപ്പെട്ടായിരിക്കും. റെക്കോർഡിംഗ് ഉണ്ട്, എന്നാലും ഞാനിപ്പോ അതിലേക്ക് കയറുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം. വംശാകൽപതരൂപച്ച കൃപാസിന്ധുദേവച പതിതാനാം അനന്തകൂടി വൈഷ്ണവ അനന്തകൂടി ആചാര്യവൃന്ദ ശ്രീ ഗുരു പരമ്പര ജഗദ്ഗുരു ശിലാ പ്രഭുപാദ് ഗുരുദേവ് മഹാരാജ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ലീവ് വന്നേ. ശരി പ്രഭു, ഒരുപാട് നന്ദി പ്രഭു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രഭു അതെങ്ങനെയാണ് പ്രഭു, നൈറ്റിലൊക്കെ ഡ്യൂട്ടി ഉണ്ടോ പ്രഭു? പ്രഭു ഞാൻ ഇപ്പൊ ഡ്യൂട്ടിയിലാണ് ഉള്ളത് ഓൾറെഡി. അപ്പൊ എങ്ങനെ 24 hours ആണ് പ്രഭു ഡ്യൂട്ടി? പുലർച്ചെ 4:30 ഡ്യൂട്ടി തുടങ്ങിയിട്ട്